നമസ്കാരം. തേർഡ് ഐ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ടാറ്റു സ്ഥാപനത്തിൽ നാക്കുപിളർത്തൽ. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നാക്കുപിളർത്തുന്ന സ്ഥാപനങ്ങൾ പ്രഹസനങ്ങളായി പ്രവർത്തിക്കുന്നത്. ഒരു കാലത്ത് ടാറ്റു അടിക്കുന്ന സ്ഥാപനങ്ങൾ പൊട്ടിമുളച്ചതിനെ തുടർന്ന് യുവാക്കളും കുട്ടികളും വരെ ഇതിന്റെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടിരുന്നു. ഒരു തരത്തിൽ ചിന്തിച്ചാൽ മാതാപിതാക്കളാണ് ഇതിന്റെ ഉത്തരവാദികൾ. ഇപ്പോൾ അടുത്ത ട്രെൻഡുമായി രംഗത്ത് വന്നിരിക്കുന്നത് നാക്ക് നെടുകെ പിളർത്തുന്ന രീതിയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. ഇതുപോലുള്ള ന്യൂജൻ ട്രെൻഡുകൾ കേരളത്തിൽ വേരൂന്നാനും അധികം താമസമുണ്ടാകില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് തേർഡ് ഐ വിഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇവരെ മനുഷ്യരായി അംഗീകരിക്കാത്തത് എന്തേ? കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ച സംഭവം കണ്ണിൽ നിന്നും മായുന്നതിനു മുൻപ് തന്നെ സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോകാൻ സർക്കാർ വകുപ്പ് ആംബുലൻസ് നിഷേധിച്ചതും ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നതും കേരളത്തെ വീണ്ടും ഞെട്ടിച്ചു. വയനാട് സ്വദേശി ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. ബന്ധുക്കൾ പട്ടികവർഗ വകുപ്പിനോട് ആംബുലൻസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏറെ സമയം കാത്തിരുന്നിട്ടും ആംബുലൻസ് എത്താത്തതിനാലാണ് ഓട്ടോറിക്ഷയെ വിളിച്ചത്. പിൻസീറ്റിൽ 2 പേർ ഇരുന്ന് മൃതദേഹം മടിയിൽ കിടത്തി. കൂടാതെ ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് ശരീരഭാഗങ്ങൾ തള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. ഈ സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു. അധ്യാപകരുടെ ട്യൂഷൻ സെന്ററിന് പിടിവീഴും. പകുതി സമയം സർക്കാർ സ്കൂളിലും ബാക്കി സമയം ട്യൂഷൻ സെന്ററിലും പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെന്നും അവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജനറൽ നടത്തുന്ന അന്വേഷണത്തിൽ അധ്യാപകരുടെ നിയമവിരുദ്ധ പ്രവൃത്തികൾ കൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇത്തരത്തിൽ ഗ്രാമീണ മേഖലകളിൽ നിരവധി അധ്യാപകർ പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ചോദ്യപേപ്പർ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച് MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനം മര്യാദയുടെ പരിധികൾ ലംഘിച്ചെന്നും പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്ന വിധത്തിൽ സ്ഥാപനം പ്രവർത്തിച്ചെന്നും മന്ത്രി വിമർശിച്ചു. സർക്കാർ അധ്യാപകർ ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നുവെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. സന്നിധാനത്തെ മേൽപ്പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയ അയ്യപ്പ ഭക്തൻ മരണപ്പെട്ടു. മാളികപ്പുറത്തേക്കുള്ള ഫ്ലൈ ഓവറിൽ നിന്നാണ് അയ്യപ്പ ഭക്തനായ കർണാടക രാംനഗർ സ്വദേശി കുമാരസ്വാമി താഴേക്ക് ചാടിയത്. ഇയാൾ മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. വീഴ്ചയിൽ സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സന്നിധാനത്തെ ഫ്ലൈ ഓവറിന്റെ ഷീറ്റിട്ട മേൽക്കൂരയിൽ നിന്നും 20 അടിയോളം താഴ്ചയിലേക്കാണ് ഇയാൾ ചാടിയത്. ഉടൻ തന്നെ സന്നിധാനത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. CT സ്കാൻ ഉൾപ്പെടെ കൂടുതൽ പരിശോധനകൾ ആവശ്യമായതിനാലാണ് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ചിഡോ ചുഴലിക്കാറ്റിൽ മരണസംഖ്യ 1000 കടക്കുമെന്ന് ഫ്രഞ്ച് അധികൃതർ. മയോട്ട ദ്വീപിനെ നിലംപരിശാക്കി ചിഡോ ചുഴലിക്കാറ്റ്. നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ ചുഴലിക്കാറ്റെന്ന് വിലയിരുത്തപ്പെടുന്ന ചിഡോ ചുഴലിക്കാറ്റിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചതായാണ് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ട ദ്വീപ സമൂഹത്തിലാണ് ചുഴലിക്കാറ്റ് സർവനാശം വിതച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കര തൊട്ടത്. കഴിഞ്ഞ 90 വർഷത്തിനിടയിൽ ദ്വീപിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണിതെന്ന് ഫ്രഞ്ച് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെറ്റമ്മയുടെ കരുതലിൽ 2 വയസ്സുകാരന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നാണ് അമ്മയുടെ സമയോചിതമായ ഇടപെടലിലൂടെ 2 വയസ്സുകാരന്റെ രക്ഷപ്പെടൽ. കൊടുങ്ങല്ലൂർ സ്വദേശി ബിജോയിയുടെ വീട്ടിലാണ് സംഭവം നടന്നത്. ബിജോയിയുടെ 2 വയസ്സുകാരനായ മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം. ഗ്രീഷ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിൽക്കുകയും ഇതേസമയം തന്നെ ഗേറ്റ് നിലം പതിക്കുകയുമായിരുന്നു. എന്നാൽ അപകടം മുന്നിൽ കണ്ട ഗ്രീഷ്മ നിമിഷാർദ്ധം കൊണ്ട് ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇനി മുതൽ മദ്യപിച്ച് വാഹനമോടിച്ച ലൈസൻസ് റദ്ദാക്കും. ഗതാഗത നിയമലംഘനം നോട്ടീസ് ലഭിച്ചിട്ടും പിഴയടയ്ക്കാത്തവരെ കണ്ടെത്തുകയും സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യാൻ പോലീസിന്റെ വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയും ചെയ്തു. അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിയന്ത്രണം കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം.
വഴിയിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതാണ് അപകടത്തിന് മറ്റൊരു കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കോതമംഗലം കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് നാട്ടുകാർ ഇനി ഇതുപോലൊരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ സമ്മതിക്കില്ലെന്നും അപ്പനും അമ്മയ്ക്കും ഏക ആശ്രയമായിരുന്നു എൽദോസ് എന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടാന ആക്രമണം ഉണ്ടായ വഴിയിൽ വെട്ടവും വെളിച്ചവുമില്ലെന്നും പോസ്റ്റിൽ ബൾബ് കിടപ്പുണ്ട്, എന്നാൽ തെളിയുന്നുമില്ല, ഇനിയും ഇതുപോലെ ഉണ്ടാകില്ല എന്ന് എന്തുറപ്പാണ് ഉള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു. എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. എൽദോസിന്റെ മരണത്തിൽ ജനരോഷം ശക്തമാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. സംഭവത്തിൽ വന്യജീവി ആക്രമണം തടയാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. കൂടാതെ മറ്റു നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിലപാട് ആവർത്തിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ ദിസനായികെ. ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദിസനായികയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീലങ്കയിലേക്ക് ക്ഷണിച്ചതായും ശ്രീലങ്കൻ പ്രസിഡന്റ് അറിയിച്ചു. ശ്രീലങ്കയുടെ തമിഴരുടെ ഉന്നമനത്തിന് പുതിയ സർക്കാർ എല്ലാ നടപടിയും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. സംഭവത്തിൽ ചച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് ഹർഷിദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. മറ്റു 2 പ്രതികളായ വിഷ്ണു, നബിൻ എന്നിവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വധശ്രമമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. കോഴിക്കുഞ്ഞുങ്ങളെ ജീവനോടെ വിഴുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം. ഛത്തീസ്ഗഡിലെ സർഗുജ ജില്ലയിലാണ് സംഭവം. മന്ത്രവാദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് യുവാവ് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയത്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവാത്തതിനെ തുടർന്നായിരുന്നു മന്ത്രവാദം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് യുവാവിന്റെ ശരീരത്തിനുള്ളിൽ കോഴിക്കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ചിന്ത്കലു ഗ്രാമവാസിയായ ആനന്ദ് യാദവ് എന്ന ആളാണ് വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച സമയം മരണപ്പെട്ടത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് യുവാവിന്റെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടെത്തിയത്. വന്യജീവി ആക്രമണത്തിൽ 8 വർഷത്തിനിടെ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 909 പേർ. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ 3 ദിവസത്തിനിടെ മരിച്ചത് 2 പേരാണ്. സമീപകാലത്തായി വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ അതിതീവ്രമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. വനം മന്ത്രി A.K. ശശീന്ദ്രൻ നിയമസഭയിൽ വെച്ച കണക്കുപ്രകാരം ഈ കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 909 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 7492 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പൂർണ്ണമായും കിടക്കയിലായി പോയവരും ഏറെയാണ്. അതേസമയം വനം മന്ത്രി നിയമസഭയിൽ വെച്ച കണക്കുപ്രകാരം കൊല്ലപ്പെട്ടത് 909 പേരാണെങ്കിൽ നഷ്ടപരിഹാരം ലഭിച്ചത് 7006 പേർക്ക് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ നടന്ന സംഘർഷത്തിൽ പ്രതി ഓം പ്രകാശ് പിടിയിൽ. തിരുവനന്തപുരത്ത് ബാറിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഓം പ്രകാശ് പിടിയിലായത്. ഫോർട്ട് പോലീസാണ് കഴക്കൂട്ടത്തെ ഫ്ളാറ്റിൽ നിന്നും ഇയാളെ പിടികൂടിയത്. ഓം പ്രകാശിനൊപ്പം 15 പേരും പിടിയിലായിട്ടുണ്ട്. ഈഞ്ചക്കലിലെ ബാറിൽ കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത്. ഹോട്ടലിൽ നടത്തിയ DJ പാർട്ടി തടസ്സപ്പെടുത്തിയതാണ് സംഘർഷത്തിന് തിരികൊളുത്തിയത്. പാർട്ടിയിലെത്തിയ ഓം പ്രകാശും സുഹൃത്തും അസഭ്യം പറഞ്ഞതോടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ഇത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. നഗരത്തിൽ സിറ്റി പോലീസിന്റെ പ്രത്യേക പരിശോധന നടന്ന ദിവസമായിരുന്നു സംഘർഷമുണ്ടായത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. വൃക്കകളുടെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട പഴങ്ങൾ. പല കാരണങ്ങൾ കൊണ്ടും വൃക്കകളുടെ ആരോഗ്യം മോശമാകാം. വൃക്കരോഗങ്ങളെ തടയാനും വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വൃക്കകളുടെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ചില പഴങ്ങളെ പരിചയപ്പെടാം. പൊട്ടാസ്യം, ലൈക്കോപ്പിൻ എന്നിവ ധാരാളം അടങ്ങിയ തണ്ണിമത്തൻ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. സിട്രിക് ആസിഡ് അടങ്ങിയ നാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വൃക്കയിലെ കല്ലുകളെ തടയാൻ സഹായിക്കും. സോഡിയം കുറവുള്ള ബ്ലൂബെറി കഴിക്കുന്നതും വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ബ്ലൂബെറി. ഫൈബറും വിറ്റാമിൻ സിയും അടങ്ങിയ ആപ്പിൾ വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ മുന്തിരിയും വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ഓറഞ്ചിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. വിറ്റാമിൻ സി അടങ്ങിയ പൈനാപ്പിൾ, ക്രാൻബെറി എന്നിവ കഴിക്കുന്നതും വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.